ഏതാണ്ട് ഒരു വർഷക്കാലം ഒരു രാജ്യത്തെ മുഴുവൻ ബാങ്കുകളും അടച്ചു പൂട്ടിയിട്ട സംഭവം. എന്താണ് അവിടെ സംഭവിച്ചത്? വർഷം 1995. അമേരിക്കയിലെ ഒരു ഗ്രാമീണ പ്രദേശമായിട്ടുള്ള വെയർമോണ്ടിൽ ഒരിടത്തരം കുടുംബത്തിൽ അവൻ ജനിച്ചു. പേര് റോബർട്ട് ഗബ്രിയൽ. ഹൈസ്കൂൾ കാലഘട്ടം മുതൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിനോട് താല്പര്യം. ആ താല്പര്യം അവനെ ഹാക്കിങ്ങിലോട്ട് എത്തിച്ചു. സ്വന്തം കോളേജിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത് അവൻ പണി തുടങ്ങി. ചെറിയ ചെറിയ പരൽമീനെ പിടിച്ചുകൊണ്ടിരുന്ന റോബർട്ട് ഗബ്രിയലിന് പെട്ടെന്ന് ഒരു തിമിംഗലത്തെ പിടിക്കാനുള്ള ലക്ഷ്യത്തിലോട്ടെത്തി. ലക്ഷ്യം അമേരിക്കയിലെ 50 പ്രമുഖ ബാങ്കുകളായിരുന്നു. ഹാക്കിംഗ് വഴി 50 പ്രമുഖ ബാങ്കുകളുടെയും ഫിനാൻഷ്യൽ ഡേറ്റ അപഹരിച്ചു. എന്നിട്ട് ഓരോ ബാങ്കുകൾക്കും ഒരു ടെക്സ്റ്റ് ഫയൽ അയച്ചു. അതിൽ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ ഡേറ്റ എൻ്റെ കൈവശമുണ്ട്, അത് ഞാൻ എൻക്രിപ്റ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന്റെ ഡീക്രിപ്ഷൻ കീ വേണമെങ്കിൽ എൻ്റെ ബിറ്റ്കോയിൻ വാലറ്റോട്ട് $1000 ബിറ്റ്കോയിൻ അയക്കണമെന്ന് റോബർട്ട് ഗബ്രിയൽ ആവശ്യപ്പെട്ടു. ബിറ്റ്കോയിൻ ട്രാൻസ്ഫർ ചെയ്താൽ അവിടെ അറ്റാക്കറിന് അനോണിമസ് ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഈ അറ്റാക്കിനെ വിളിക്കുന്ന പേരാണ് റാൻസംവെയർ അറ്റാക്ക്. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുന്ന അവരുടെ ഇടയിലേക്ക് വന്നൊരു നായകനായിരുന്നു വില്യം ജെയിംസ്. ആരാണ് വില്യം ജെയിംസ്? അമേരിക്കയിലെ പ്രമുഖ എത്തിക്കൽ ഹാക്കർ. അങ്ങനെ 3 ദിവസം നീണ്ടുനിന്ന കഠിന പരിശ്രമത്തിനൊടുവിൽ ഹാക്കറിനെ കണ്ടുപിടിച്ചു. പക്ഷേ ഹാക്കർ റോബർട്ട് ഗബ്രിയൽ അല്ല, പിന്നെ ആര്?